നമ്മളെ വീടിന്റെ അവിടെ ഉറുമ്പ് കൂട് കൂട്ടിയിട്ടുണ്ട് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഒരു തുരന്നിട്ട് പുറത്തിട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കുക എന്താവും ഫുള്ള് ഉറുമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരന്ന് പുറത്തിട്ടതാണ്. അല്ല. അപ്പോൾ അവർ പുറത്തിട്ട സാധനം നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഇത്രയും കുറച്ച് സാധനം മാത്രമേ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഒരുപാടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. കണ്ട, ഇതാണ് ഇപ്പോൾ ഒരു പുറത്തിട്ടിട്ടുള്ള സാധനങ്ങളിൽ നിന്നുള്ളത്. കണ്ട, അതിൽ എല്ലുണ്ട്, കല്ലുണ്ട്. കല്ലൊക്കെ പുറത്ത് ഒരു കറണ്ട് ഇടണമെന്നുണ്ട് ഓരോ പല്ലിൻ്റെ അല്ലെങ്കിൽ ആ തുറക്കണ സാധനത്തിൻ്റെ ഊക്ക് എത്ര ഇട്ടുണ്ടാവും. ഇത്രയും ചെറിയ സാധനങ്ങളാണ്. കണ്ട, അതിലുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് ഓരോ കൂട്ടത്തിലുള്ള ഉറുമ്പുണ്ട്. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ള കറുത്ത ഉറുമ്പിൻ്റെ വേസ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ ചുവന്ന ഉറുമ്പുണ്ട്. അപ്പോൾ ഈ ചുവന്ന ഉറുമ്പ് നമുക്കറിയാം കടിച്ചിട്ട് ഭയങ്കര ചൊറിച്ചിലുള്ള. അതിനെ പോലും ഇവർ കറുത്ത സാധനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. കണ്ട, ഇത്രയും ഇഷ്ടംപോലെ സാധനങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കല്ലൊരു തുറക്കണുണ്ട്, വീട് ഒരു തുറക്കണുണ്ട്, ശരി തന്നെയാണ്. ഒരുപാട് സാധനം അവിടുന്ന് തുറന്ന് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളാറങ്കല്ല് പോലുള്ള വെളുത്ത കല്ലുണ്ട്, കരിങ്കല്ല് പോലുള്ള കറുത്ത കല്ലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജീവികളെ വേസ്റ്റുകളുണ്ട്. ഓരോ കൂട്ടത്തിലുള്ളത് കുറവാണ്. പക്ഷെ ഉറുമ്പുകൾ വേറെ കൂട്ടത്തിലുള്ളതും ഇവരുടെ ഭക്ഷണത്തിൽ പെട്ടിട്ടുണ്ട്. അതിനൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഒരു ഭക്ഷിച്ചിട്ടുണ്ട്. ഒക്കെ തുരന്ന് തിന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതിൽ മരമുണ്ട്, ഇരുമ്പിൻ്റെ കമ്പി പോലത്തെ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എട്ടുകാലിയുടെ മറ്റേ കാലാണെന്ന് തോന്നുന്ന ഇറുക്കണ സാധനമാണെന്ന് തോന്നുന്നു, അതും ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ എട്ടുകാലിനും പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നിനും ഒരു വെറുതെ വിട്ടിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ പാറ്റ അതുപോലുള്ള പല ജീവികളും ഇതിലുണ്ട്. ഇതൊക്കെ ഓര് പിടിച്ചത് തന്നെയാണ്, വേറെ ആരും പിടിച്ചതൊന്നുമല്ല. അവർ പിടിച്ച് തിന്ന് അതിൻ്റെ ശേഷം ഒഴിവാക്കിയതാണ്. ഇത് ഉണക്കിയിട്ടാണ് ഒരു തിന്നുക, ഉണക്കിയിട്ടാണ് എടുത്തേക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഒരാവശ്യം വരുമ്പോൾ അങ്ങനെ ഭക്ഷിക്കലാണ്. കണ്ടില്ലേ, പല ജീവികളും സാധനങ്ങളുണ്ട്. ഇത് ഓരെക്കാട്ടും വലിയ ജീവികളാണ് കേട്ടോ. അതാണ് അവരുടെ പ്രത്യേകത. എന്ത് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ ഒരു കൂട്ടത്തോടെ വന്നിട്ടുണ്ട് വെച്ചാൽ ആർക്കും രക്ഷയില്ല. എത്ര വലിയ സാധനമാണെങ്കിലും നമ്മൾ തന്നെ അറിയാം. നമ്മൾ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ചെന്ന് ചവിട്ടിയിട്ടുണ്ട് വെച്ചാൽ പിന്നെ ചൊറിഞ്ഞ് രപ്പാക്കും. ഇത് കണ്ടില്ലേ, ഒരു ഉറുമ്പിൻ്റെ കണ്ണാണ് ഈ സിൽവർ പോലുള്ള സാധനത്തിൻ്റെ ഇത് കാണുന്നത്. അത് ഞാൻ മുന്നെടുത്തപ്പോൾ മനസ്സിലായതാണ് കേട്ടോ. കണ്ടില്ലേ, അത് അതിൻ്റെ ബാക്ക് ഭാഗം, അവരുടെ ആ ബാക്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കണ ഭാഗം. ഇത് ഏതോ ഉറുമ്പിൻ്റെ കാലാണ്, നമ്മളെ പോത്തിൻ്റെ കാല് പോലെ. കണ്ടില്ലേ, ഇത് അതൊക്കെ അതിൻ്റെ ബാക്കിൽ വലിയ വലിയ പല ഉറുമ്പുകളിൽ. ഇത് കണ്ടില്ലേ, ഇറുക്കണ ഭാഗം. ഇത് തോന്നുന്നത് വേറെ വല്ല തേളിൻ്റെ, കൊമ്പൻ തേളിൻ്റെ അങ്ങനെ എന്തിൻ്റെയെങ്കിലും ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ വലിയ ഉറുമ്പിൻ്റേതാ തന്നെ ആകും. എന്നിരുന്നാലും ഇങ്ങനെ ഈ ഇറുക്കണ അത്ര വലിയ സാധനം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അവരെ മുന്നിലെത്തിയ അതൊക്കെ നിഷ്പ്രയാസം ഓരോന്നിച്ച് ആക്രമിച്ച ഒക്കെ തീരുമാനമാക്കും. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവരുടെ കൂടിൻ്റെ പുറത്തിട്ടുള്ള ഒരു ലേശം എടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ ഇതേപോലെ കുറേ വലിയ സാധനം ഉണ്ടാവും. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇതാണിപ്പോൾ, ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ വളരെ സുന്ദരമായിട്ട് കണ്ട, അതിൻ്റെ മുകളിൽ വളരെ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആളെ സംവിധാനം എത്ര ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് സ്കാൻ ചെയ്തപ്പോൾ ഇതിപ്പോൾ വലിയ ഉറുമ്പിൻ്റേതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കുറേ കിടക്കണുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് അവരുടെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയോക്കാം. കണ്ടില്ലേ, വളരെ നല്ല രസമുള്ള ഒരു ഏരിയയാണ്. അത് ടോർച്ച് അടിക്കുക. അതിൻ്റെ പുറത്തുനിന്ന് നമ്മളെ ടോർച്ചും കൂടി വന്നപ്പോൾ വളരെ രസകരമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ രണ്ട് ഭാഗവുമായി ബന്ധിച്ചിട്ടുള്ള ആ എല്ല് പോലുള്ള സാധനം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോലും എല്ല് അത് നിർത്താൻ, അതുപോലെ പുറത്തുള്ള വരകൾ ഉള്ളിലും നമുക്ക് നല്ല അടിപൊളിയായി സംവിധാനിച്ചത് കാണാണ്ട്. ഇതുപോലെ നല്ല അടിപൊളി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സപ്പോർട്ടുകൾ എല്ലാ നിലക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നല്ല അടിപൊളി വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം.